നമസ്കാരം, എല്ലാവർക്കും സത്താൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നീതു. ഇന്ന് ഞാൻ സത്താൻ മെനുവിൽ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ ഉപയോഗിച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് പച്ചമാങ്ങയാണ്. അതേപോലെ തന്നെ മുരിങ്ങക്കായ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്യുക. അതേപോലെ തന്നെ പച്ചമാങ്ങ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. കാരണം ഇത് പെട്ടെന്ന് വെന്ത് സാമ്പാറിൽ ഉടഞ്ഞു പോകും. അതുകൊണ്ട് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഏകദേശം ഒരു 15 മുതൽ 20 ചെറിയ ഉള്ളി വരെ എടുക്കാം. പിന്നെ ഒരു തക്കാളി, മീഡിയം സൈസുള്ള തക്കാളി കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരു പച്ചമുളക്, കറിവേപ്പില, അതേപോലെ തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി. പിന്നെ വേണ്ടത് താളിക്കാൻ ആവശ്യത്തിന് എണ്ണ, അതേപോലെ തന്നെ കടുക്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ പൊടികൾ പറയാനാണെങ്കിൽ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ 1 ടീസ്പൂൺ സാമ്പാർ പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമുക്ക് ഈ പച്ചമാങ്ങ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു പ്രഷർ കുക്കറിൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന തോരപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തോരപ്പരിപ്പാണ്. നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി. അപ്പോൾ തക്കാളി നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി മതിയാവും. അതേപോലെ തന്നെ ഒരു 4-5 ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവോള ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കായമാണ്. ഞാനിവിടെ കായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഈ പരിപ്പും തക്കാളിയൊക്കെ മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മുതൽ 3 വിസിൽ വരെ ഒന്ന് വേവിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ പുളി വെള്ളം കുറച്ച് ഉണ്ടാക്കി വെക്കാം. കാരണം നമ്മൾ പുളി കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളുടെ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പ് ഇത്രയും ഉടയേണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിസിലൊക്കെ വേവിച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു പകുതി ഉടഞ്ഞൊരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതായിരിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക. കടായിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. പക്ഷേ സാമ്പാറിന് എപ്പോഴും ചെറിയ ഉള്ളി ആയിരിക്കും ടേസ്റ്റ്. അതേപോലെ തന്നെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ മാങ്ങയ്ക്കൊക്കെ നല്ല പുളിയുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എരിവ് കുറച്ച് എക്സ്ട്രാ ഉണ്ടായാലേ പറ്റുള്ളൂ. ഇതിലേക്ക് നമ്മളുടെ പച്ചമാങ്ങയും മുരിങ്ങക്കായും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മാങ്ങയും മുരിങ്ങക്കായൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന കഷ്ണങ്ങളാണ്. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ, ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സാമ്പാർ പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. പൊടികൾ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് മാറും. അപ്പോൾ നന്നായിട്ട് സിമ്മിൽ വെച്ചതിന് ശേഷം മാത്രം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതൊന്ന്
വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പൊടികളൊന്നും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഈ മാങ്ങാ സാമ്പാറിൽ പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് പ്രത്യേകിച്ച് മുളക് പൊടി. കാരണം നമ്മൾ മാങ്ങ, തക്കാളിയൊക്കെ നല്ല പുളിയുള്ള കഷ്ണങ്ങളാണ്. അപ്പോൾ ഈ സാമ്പാറിൽ നമ്മൾ അത്യാവശ്യം എരിവൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുളി ടേസ്റ്റ് അങ്ങ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കുറവായിട്ട് തോന്നും. അതുകൊണ്ട് എരിവൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ ചെയ്യുക. ഇപ്പോൾ എരിവ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ഒരു സമയത്ത്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ പരിപ്പ് കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് പരിപ്പും തക്കാളിയൊക്കെ വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, പുളി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടേസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിക്നെസ്, ഇപ്പോൾ ഈ പരിപ്പ് നമ്മൾ മാങ്ങാ സാമ്പാർ വെക്കുന്ന സമയത്ത് ഇത് ഇരിക്കും തോറും കട്ടിയായിക്കൊണ്ട് വരും. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് കുറച്ച് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കണം. കാരണം ഇത് ഇരിക്കും തോറും നല്ല കട്ടിയായിട്ട് വരും. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതിലിപ്പോൾ മാങ്ങാ കഷ്ണങ്ങളും മുരിങ്ങക്കായും വേവാൻ അധികം സമയം വേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ അതാ നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇതാ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സമയത്ത് നിങ്ങൾ പുളി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്കിതിൽ കുറച്ച് പുളി കുറവാണ്. അതുകൊണ്ട് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പുളിവെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർത്തുക. കാരണം മുഴുവനായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കാരണം നമ്മൾ പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് തിളയ്ക്കണം. അപ്പോൾ അതാ കണ്ടില്ലേ, സാമ്പാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് സാമ്പാർ. പിന്നെ ഇതിലേക്ക് താളിച്ചൊഴിക്കണം. താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ നമ്മൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ആഡ് ചെയ്യും, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ഓരോരാളുടെ ഇഷ്ടം പോലെ മാറ്റാം. അപ്പോൾ നമ്മൾ ഈ താളിച്ചത് നമ്മളുടെ ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, സാമ്പാർ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പച്ചമാങ്ങ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സത്താൻ മെനു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി കുക്കിംഗ്.